എൻ്റെ പേര് മറി, എൻ്റെ പേര് മറി, എൻ്റെ പേര് മറി, എൻ്റെ പേര് മറി. എൻ്റെ മാതാവേ, നീ പൊട്ടിക്കുഞ്ഞേലിയെ ഏലിയാമ്മ ടീച്ചറാക്കാനാണോ ഈ കുരിശ് മുഴുവൻ ചുമപ്പിച്ചത്? നന്ദി, എന്നോട് പൊറുക്കണേ. എന്നാലും എനിക്ക് ആ കയ്യിലൊന്നും തൊടാൻ പറ്റിയില്ലല്ലോ. ദൈവത്തിന്റെ വഴികളും സമയവും പ്രവചനാതീതമാണ്. എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട് ദുരിതത്തിന്റെ കൊടുങ്കാറ്റിൽപ്പെട്ടുലയുമ്പോഴും പ്രതീക്ഷ കൈപിടിക്കരുത്. മുട്ടിന്മേൽ നിന്ന് കർത്താവേ എന്ന് വിളിക്കുക. ആ കൊണ്ടയിൽ ഒന്നുകൂടെ മുറുകെ പിടിക്കുക. അപ്പോൾ അവിടെ മാലാഖമാർ നൃത്തം ചെയ്യും. കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ദൈവം അവർക്കായി വലിയ പദ്ധതികൾ ഒരുക്കിയിരുന്നു. കാലഘട്ടം പിന്നെയും തിരിഞ്ഞു നോക്കുക. നമുക്ക് നമ്മുടെ കഥാനായകനും നായികയും എവിടെയാണ് അറിയേണ്ടത്? അമേരിക്കയുടെ ഏതോ ഒരു നഗരം.
What a wonderful performance! അച്ഛൻ നിങ്ങളെ മുക്തകണ്ഠം ശ്ലാഘിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ ട്രസ്റ്റിമാര് ഒരു സമ്മാനം തരും കേട്ടോ. അല്ലേ വേണ്ട, നിങ്ങളിതേ ആ കൈയെടുത്ത് ഇങ്ങനെ തട്ടിക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛൻ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സൈജുവേ, ഇപ്പൊ നിങ്ങളെ പള്ളിയിലോട്ടൊന്നും കാണാറില്ലല്ലോ. ഓ, ഇപ്പൊ ജെസ്സിക്കും കൂടി ജോലിയായ പിന്നെ ഒട്ടും സമയമില്ല. ആഹാ, ജെസ്സിക്കും ജോലിയായോ? ഞാൻ നിങ്ങളെ മുക്തകണ്ഠം ശ്ലാഘിക്കാണ്. എവിടെയാ ജോലി? വാട്സാപ്പില്. അതെന്താ, കാലിഫോർണിയയിലല്ലേ? ഓ, അതിപ്പോ അങ്ങനെയൊന്നും ഇല്ല ചോ. എവിടെ നിന്ന് വേണേലും വർക്ക് ചെയ്യാം. ദേ ഇപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കും. ഈ IT-കാരെല്ലാം എപ്പോഴും തിരക്കാണല്ലോ. പണ്ട് ഫേസ്ബുക്കിലും ഓർക്കുട്ടിലും ഒക്കെ ആയിരുന്നപ്പം ഇത്രയും തിരക്കില്ലായിരുന്നു. പിന്നെ സൈജു, നമ്മുടെ പള്ളിയില് ഒരു മിനിസ്ട്രിയിലും ഇല്ലാത്ത ഒരു 4 പേരുണ്ട്. നമുക്ക് അവരെയും കൂടെ കൂട്ടി ഒരു പുതിയ മിനിസ്ട്രി തുടങ്ങണം. നീ വേണം അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാന്. അച്ഛ, നമുക്ക് ഇപ്പൊ തന്നെ 48 മിനിസ്ട്രികളുണ്ടല്ലോ. ഇനി ഈ പുതിയ മിനിസ്ട്രിക്ക് എന്നതാ പേരിടുന്നു? അതൊന്നും സാരമില്ല, പേരൊക്കെ നമുക്ക് വഴിയെ കണ്ടുപിടിക്കാം. സൈജു, തേഴ്സ്ഡേ ഈവനിങ് മാത്രം നമുക്കൊരു പരിപാടിയില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു വണക്കമാസവും മൊബൈലേയും കൂടെ വെക്കാം. കോൺഫറൻസ് കോള് മതി. നീ എല്ലാവർക്കും ഒരു ഇമെയിൽ അയക്കേ. തേഴ്സ്ഡേ ആയിരുന്നു ആകെ കോസ്കോയിലും ലോട്ടയിലും ഒക്കെ പോകാൻ സമയം കിട്ടിയിരുന്നു. സൈജു, നീ വല്ലതും പറഞ്ഞോ? ഏയ്, ഒന്നുമില്ല. സൈജു, പിന്നെ നീ ആ ഫെയ്ത്ത് ഡയറക്റ്റില് ഒന്ന് ആ, അത്യാവശ്യമാണോ? ആ, ഞാൻ ഇപ്പൊ എത്തിയല്ല. അച്ഛ, ഒരു അത്യാവശ്യമുണ്ട്. നമുക്കിനി പിന്നെ കാണാം. പണ്ടൊക്കെ ഫെയ്ത്ത് ഡയറക്റ്റ് എന്ന് പറയുമ്പോ ഫോൺ കട്ടാകുക. ഇപ്പൊ ഫോൺ അടിക്കും. എന്താ കളി? എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇച്ചിരി മീൻകറിയാണ് കേട്ടോ. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. ഫ്രിഡ്ജ് നിറച്ചും മീൻകറി ഇരിക്കുക. ആ, പിന്നെ നിങ്ങൾ എന്തിനാ ഈ ധൃതി പിടിച്ച് നാട്ടിലേക്ക് പോകുന്നേ? അത് പിന്നെ ഞങ്ങളുടെ 12ാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം അടുത്ത മാസമാണ്. പിന്നെ ഞങ്ങൾ ഓഫ്ലൈനിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളുണ്ടെങ്കിലേ നന്നായിട്ട് പോകത്തുള്ളൂ. പിന്നെ ഇവിടെയാണ് ജോസഫിന്റെ മോക്ക് എപ്പോഴും ഭയങ്കര തിരക്കാണ്. അവരങ്ങ് ആശുപത്രിയിലോട്ട് പോയാൽ പിന്നെ ഞങ്ങൾ വീട്ടിൽ തനിച്ചാണ്. നാട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് 12,000 പിള്ളേരുണ്ട്. അവരുടെ ചിരിയും കളിയൊക്കെ കണ്ടോണ്ടിരിക്കാമല്ലോ. എൻ്റെ അച്ഛൻ, ഞാൻ ജോസഫിനോട് പറയുന്നുണ്ട് നാട്ടിലോട്ട് വരാനായിട്ട്. നമ്മുടെ ആശുപത്രിയൊക്കെ നോക്കി നടത്താൻ ഒരാളായല്ലോ.
കുറച്ച് കഴിയുന്ന അവൻ പറയുന്നത്. ഇതൊക്കെ ചെയ്യാൻ ദൈവം നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തതാ. അച്ഛാ, അതൊന്നും എൻ്റെ മഹത്വമൊന്നും അല്ല, ഇവരുടെ പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെയാണ്. എൻ്റെ അച്ഛ എല്ലാം മാതാവ് തന്നു, അത് ഞങ്ങൾ മറ്റുള്ളവർക്കും കൊടുത്തു. അപ്പോൾ അച്ഛ, ഞങ്ങൾ ഇറങ്ങട്ടെ, ഇനി അടുത്ത തവണ കാണാം. ദൈവവചനം പറയുന്നു, നമ്മുടെ കർത്താവായ ദൈവം നമുക്കായി ഒരു പദ്ധതി ഒരുക്കിയിരിക്കുന്നു. അത് നമ്മുടെ നാശത്തിലുള്ള പദ്ധതിയല്ല, മറിച്ച് നമ്മുടെ ക്ഷേമത്തിലുള്ള പദ്ധതി. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ നമ്മുടെ കുരിശുകളാൽ അവിടുന്ന് നമ്മെ ശുദ്ധി ചെയ്യുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ തിരുവനന്തപുരത്തിന് സ്വയം വിട്ടുകൊടുത്ത നമ്മുടെ പരിശുദ്ധ അമ്മയിൽ ആശ്രയം തേടി നമുക്കും അവിടുത്തെ പദ്ധതിയിൽ വിശ്വാസം അർപ്പിക്കാം. ആ വിശ്വാസം അതല്ലേ എല്ലാം. She